പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെയാണ് ബില്ല് ലോക്സഭയിൽ കേന്ദ്രം അവതരിപ്പിക്കുന്നത്. ഭരണഘടനയെയോ മതവിശ്വാസത്തെയോ ബില്ല് ചോദ്യം ചെയ്യുന്നില്ലെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. നീതി ലഭിക്കാത്ത മുസ്ലിം സഹോദരങ്ങൾക്ക് നീതി ലഭ്യമാക്കുകയാണ് ഉദ്ദേശമെന്നും മന്ത്രി പറഞ്ഞു. आर्टिकल 25 से लेकर के 30 तक किसी रिलीजियस बॉडी का जो फ्रीडम है उसमें कोई हस्तक्षेप नहीं किया जा रहा है, ना ही संविधान का किसी भी अनुच्छेद का इसमें उल्लंघन किया गया है। और अब सुप्रीम कोर्ट का एक केस का मैं हवाला देना चाहूँगा, ब्रह्मचारी वर्सेस स्टेट ऑफ वेस्ट बंगाल। इसमें सुप्रीम कोर्ट ने क्लियरली रिलीजियस डिनोमिनेशन के बारे में रूलिंग दिया गया है और उस रूलिंग के तहत वक्फ बोर्ड doesn't fall within the purview of Article 25 and 26 of the Constitution of India. ബില്ല് മുസ്ലിം വിരുദ്ധമാണെന്നും ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. Through this bill, they are putting a proviso that non-Muslims also be the member of the governing council. Supreme Court constitutes the board of Ayodhya. Whether anybody can think that a non-Hindu be the part of Ayodhya Mandir board, sir? Sir, we are believing in, sir, I told that. Guruvayur temple, there is a temple Devaswam board. Anybody can believe that that temple Devaswam board can a non-Hindu? Sir, this is only this provision, anybody, non-Muslims also be part of Waqf Council is correctly an attack on the faith and freedom of religion. As correctly pointed out by my learned friends, this is a clear violation of the Constitution. It is a violation of the fundamental right enshrined in our Constitution. Article 14, Article 15, Article 25, Article 26 and Article 30. Sir, this bill is ill-motivated, sir. You have got dirty agenda with you. Yes. Sir, if this bill is passed, the entire boxes system will be collapsed, sir. That is going to happen. NDA സഖ്യകക്ഷികളായ TDPയും JDUവും ബില്ലിനെ അനുകൂലിച്ചു. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ആർക്കെ, കടുത്ത പ്രതിപക്ഷ എതിർപ്പിനിടെയാണ് ഇപ്പോൾ സഭയിൽ ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. സർക്കാരിന്റെ വിശദീകരണം, പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകളെ ഏത് രീതിയിലാണ് കേന്ദ്രം ഇപ്പോൾ ഖണ്ഡിച്ചത്? സഭയിലെ നടപടികൾ ഏത് വിധമായിരുന്നു? ആർക്കെ, രൂക്ഷമായിട്ടുള്ള വിമർശനം ഈ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ബില്ല് സഭയിൽ അവതരിപ്പിക്കാമോ എന്ന വിഷയത്തിലുള്ള ഹ്രസ്വ ചർച്ചയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന രീതിയിൽ പ്രതിപക്ഷം ഉന്നയിക്കപ്പെട്ടത് സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അത് കേന്ദ്ര ലിസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളതല്ല, അത് സംസ്ഥാന ലിസ്റ്റിന്റെ ഭാഗമായി വരുന്നതാണ്. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ നടപടി സംസ്ഥാനങ്ങളുടെ അധികാരത്തെ കവരുന്നതാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ഹരിയാന, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് അവതരിപ്പിക്കുന്ന ഈ ബില്ല് രാജ്യത്തെ ആകെ വലിയ രീതിയിൽ മുസ്ലിം മതവിഭാഗങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ അടക്കം ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന വാദമാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ചത്. KC വേണുഗോപാലാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ചർച്ചയിൽ പങ്കെടുത്തത്. KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടിയത് ഇപ്പോൾ ഈ അവതരിപ്പിക്കുന്നത് വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ല് ആണ് എങ്കിൽ അടുത്ത നാളുകളിൽ ഇനി ഈ സർക്കാർ ലക്ഷ്യം വയ്ക്കുക ക്രിസ്ത്യൻ വിഭാഗത്തെയും പിന്നീട് ഓരോ മതവിഭാഗങ്ങളെയും, ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ ഓരോന്നിനെയും ഈ വിധത്തിൽ സർക്കാർ ലക്ഷ്യമിടുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇതിനെ എതിർക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പേര് എടുത്ത് KC വേണുഗോപാൽ പറഞ്ഞു. അവിടെ മറ്റേതെങ്കിലും മതവിഭാഗത്തിന് പ്രാതിനിധ്യം അനുവദിക്കുന്ന വിധത്തിൽ ഒരു നിയമം നിർമ്മിക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടാൽ അത് ഏത് തരത്തിലായിരിക്കും അതിന്റെ പ്രതിഫലനം ഉണ്ടാവുക? അതുകൊണ്ട് മതവിഭാഗങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള നടപടികളെ അതിനെ ബഹുമാനിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹം വാദിച്ചത്. സമാനമായിട്ട് മറ്റ് പ്രതിപക്ഷ പാർട്ടികളും സമാനമായിട്ടുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ആണ് ഇപ്പോൾ ഈ അദ്ദേഹത്തിന്റെ സംഭാഷണം പൂർത്തിയായിട്ടില്ല, അദ്ദേഹത്തിന്റെ മറുപടി പൂർത്തിയായിട്ടില്ല, ഇപ്പോഴും നടക്കുകയാണ്. അദ്ദേഹം പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചത് ഇപ്പോൾ ഉന്നയിക്കുന്ന വാദങ്ങൾ, പ്രതിപക്ഷം ഉന്നയിക്കുന്ന വാദങ്ങൾ അത് വലിയ രീതിയിൽ
രാജ്യത്തിന് ദോഷമുണ്ടാക്കുന്നതാണ്, മതസൗഹാർദ്ദത്തെ വെല്ലുവിളിക്കുന്നതാണ്. ഈ മറ്റു മതവിഭാഗങ്ങൾ കൈകടത്തും എന്ന ആക്ഷേപം വരുന്നത് കളക്ടർമാരുടെ കാര്യത്തിലാണ്. കളക്ടർ ഒരു പ്രത്യേക മതവിഭാഗക്കാരനാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് തന്നെ തെറ്റാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ ബിൽ അവതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ബിൽ അവതരിപ്പിക്കുന്നത് വോട്ടിനിട്ട് ശബ്ദ വോട്ടോടുകൂടി ബിൽ അവതരിപ്പിക്കാനായിട്ടുള്ള അനുവാദം നൽകിയിരിക്കുകയാണ്. അങ്ങനെ ബില്ല് സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ശബ്ദ വോട്ടോടുകൂടി ബിൽ അവതരണത്തിനുള്ള അനുവാദം സഭയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തുടരുകയാണ്. ആർക്കെ, ബില്ല് മുസ്ലിം വിരുദ്ധമല്ലെന്നും ബില്ലിൽ രാഷ്ട്രീയമില്ല എന്നും കേന്ദ്രം ആവർത്തിക്കുമ്പോഴും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ എന്ന പ്രതിപക്ഷ ആരോപണം एटी मोहम्मद बशीर आइटम नंबर 14 पे बोलना चाहते हैं। इंट्रोड्यूसर दूसरा बिल है छोड़िए सर, अगला लीजिए, नेक्स्ट बेनी बनन नो, के राजा कृष्णन नो, सोगत राय जी। सर, ये जो बिल है मुसलमान वक़्फ़ बिल को वापस लेने का, ये कैसा होगा सर? वैसे भाई मुझे बोलने तो फिर तुम बोलो, अरे बोलो ना। कोई बुरी बात नहीं सर। ആർക്കെ, ഇപ്പോൾ വളരെ വലിയ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ സഭയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ സഭാ നടപടികൾ ഏതു വിധമാണ് ആർക്കെ? ഈ ബില്ലിന്റെ അവതരണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് സഭ തീരുമാനം കൈക്കൊണ്ടത്. ബില്ല് അവതരിപ്പിക്കാനായിട്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു. ശബ്ദ വോട്ടോടുകൂടിയാണ് ഈ ബില്ല് അവതരണം നടന്നിരിക്കുന്നത്. ഇനി ബില്ലിന്മേലുള്ള ചർച്ച, അത് ഖണ്ഡിക തിരിച്ചുള്ള ചർച്ചയായിരിക്കും നടക്കുക. ഈ 40 ഭേദഗതികളാണ് ഉള്ളത്. ഈ 40 ഭേദഗതികളുമായി ബന്ധപ്പെട്ട് അംഗങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ, ആ ഭേദഗതികളെ തള്ളണം എന്ന നിർദ്ദേശം, ഒപ്പം ഈ ബില്ലിൽ അധികമായി ഉൾപ്പെടുത്തേണ്ട ഭേദഗതികൾ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം, ഇവയെല്ലാം അടക്കം ഇനി ചർച്ച ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടെങ്കിലും ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണം എന്നൊരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നിരയിൽ നിന്നും ഇപ്പോൾ നിലപാടായി ഉയർന്നു വരുന്നത്. അതിനവർ ചൂണ്ടിക്കാട്ടുന്നത്, സൗഗതറായിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ബില്ലിലുള്ള ഇപ്പോഴത്തെ വ്യവസ്ഥകൾ അത് സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങളെ കൂടുതൽ ക്രിയാത്മകമാക്കാനായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്നൊരു നിർദ്ദേശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും മറ്റംഗങ്ങൾ കൂടി ഈ വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കും. ബില്ല് അവതരണം നടന്നിരിക്കുന്നു. ബില്ല് അവതരിപ്പിക്കാനായി സാധാരണഗതിയിൽ ഈ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അത്ര ഇങ്ങനെയൊരു ചർച്ച പതിവുള്ളതല്ല. പക്ഷേ ഈ ബില്ലിൽ വഖഫ് ഭേദഗതി ബില്ലിൽ സർക്കാർ അതിന് തയ്യാറായി, ചെയർ അതിന് അനുവാദം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച നടന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം ബില്ല് അവതരണം സഭ ശബ്ദവോട്ടോടുകൂടി അംഗീകരിച്ചിരിക്കുകയാണ്. തുടർന്ന് ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം ഉള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ആർക്കെ, ബില്ല് മുസ്ലിം വിരുദ്ധമല്ല എന്നും ഇതിൽ രാഷ്ട്രീയമില്ല എന്നും കേന്ദ്രം ആവർത്തിക്കുന്നുണ്ട്. അപ്പോഴും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമെന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ കേന്ദ്രം ഏതു വിധമാണ് നോക്കിക്കാണുന്നത് ആർക്കെ? തീർച്ചയായിട്ടും കേന്ദ്രത്തെ സംബന്ധിച്ച് നമുക്കറിയാം, പ്രത്യേകിച്ച് ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ ബില്ല് ഇതിനുള്ള വ്യവസ്ഥകൾ, ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുകളുള്ള ഒരു സംസ്ഥാനം എന്ന് നമുക്ക് വേണമെങ്കിൽ മഹാരാഷ്ട്രയെ പറയാം. ഹരിയാനയിലും ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ
വഖഫ് സ്വത്തുക്കളുള്ള മേഖല തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വഖഫ് ഭേദഗതി വരുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ധ്രുവീകരണം ഒരുപക്ഷെ നിലവിലുള്ള സാഹചര്യത്തിലെ ആ ഒരു ഘടനയെ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടി ഉണ്ടായ മഹാരാഷ്ട്ര അടക്കമുള്ള മേഖലകളിൽ ഒരു ധ്രുവീകരണത്തിന് സാധ്യമായി കഴിഞ്ഞാൽ അത് അനുകൂലമാകുമെന്ന് BJP കരുതുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ബില്ല് ഈ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കണം എന്ന ഒരു ചാഠ്യം BJP വച്ച് പുലർത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബില്ല് അവതരണം നടക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ബില്ല് അവതരിപ്പിച്ച് കൊണ്ട് അല്ലെങ്കിൽ ബില്ലിന് സഭയിൽ അവതരണാനുമതി വേണം എന്ന് വാദിച്ചുകൊണ്ട് ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു സംസാരിക്കുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതാണ്ട് 40 ഭേദഗതി എന്ന രീതിയിൽ മാത്രമാണ് വിമർശനത്തെ പ്രതിപക്ഷം കേന്ദ്രീകരിക്കുന്നത്. നിങ്ങൾക്കുള്ള വിമർശനങ്ങൾ അത് പ്രധാനമായും വസ്തുതകൾക്ക് അടിസ്ഥാനപ്പെടുത്തി സമർത്ഥിക്കാൻ സാധിക്കുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അതിൽ ഈ മറ്റു മതവിഭാഗങ്ങളുടെ ഇടപെടൽ ഉണ്ടാകും എന്ന് പറയുന്നത് അസത്യമാണ്. കളക്ടർമാർ ഈ ചെയർമാനേക്കാൾ മുകളിലുള്ള അധികാരിയായി കാര്യങ്ങൾ പരിശോധിക്കാൻ എത്തുന്നു എന്നുള്ളത് കൊണ്ട് ആരും അതിൽ അസ്വാഭാവികത കാണേണ്ടതില്ല. കാര്യങ്ങളെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടി മാത്രമാണ് അത്. കളക്ടർ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെതാണ് എന്ന വ്യാഖ്യാനം ഉണ്ടാക്കുന്നത് ഇപ്പോഴല്ല, ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ആ വിധത്തിലുള്ള വാദങ്ങൾ ഉയർത്തരുത് എന്നാണ് പ്രതിപക്ഷത്തോട് അദ്ദേഹം പറഞ്ഞത്. സമാനമായിട്ട് ഈ ബില്ലിലുള്ള വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം വ്യത്യസ്തങ്ങളായിട്ടുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചു. അതിൽ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടത്ത് ഒരു ഭൂമി വിൽപ്പന, വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിൽപ്പന പ്രശ്നം ചൂണ്ടിക്കാട്ടി ഈ നിയമം വരുന്നതോടുകൂടി അത് മുസ്ലിം മതവിഭാഗ വിശ്വാസത്തിലുള്ളവർക്ക് അഥവാ വിശ്വാസികളായിട്ടുള്ളവർക്ക് ഉണ്ടാക്കുന്ന ഗുണങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അദ്ദേഹം പറയുന്നത് ഈ ബില്ലിനെ എതിർക്കുന്നതിന് പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ സാധാരണ സമുദായ വിശ്വാസികളുടേതല്ല, അഥവാ മുസ്ലിം സമുദായ അംഗങ്ങളുടെ താല്പര്യമല്ല, മറിച്ച് ഈ ബില്ലിനെ കൊണ്ട് കാലങ്ങളായിട്ട് നേട്ടമുണ്ടാക്കിയിരുന്ന അല്ലെങ്കിൽ വഖഫ് സ്വത്തുക്കളുടെ നേട്ടം പൂർണ്ണമായിട്ടും അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകളുടെ വാദമാണ് ശരി. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെയാണ് വഖഫ് ബോർഡ് ഭേദഗതി ബില്ല് ഇപ്പോൾ ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭരണഘടനയെയോ മതവിശ്വാസത്തെയോ ബില്ല് ചോദ്യം ചെയ്യുന്നില്ല എന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയതോടൊപ്പം ബില്ല് ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു R. രാധാകൃഷ്ണൻ.